ദിയ രൂപിയ 2025 കീം എക്സാമിൽ കേരള 9ാം റാങ്കും ഫീമെയിൽ കാറ്റഗറിയിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കിയിരിക്കുകയാണ് ദിയ രൂപിയ. കൊല്ലം കുണ്ടറ സ്വദേശിയായ ദിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായ ബാബു രാജിന്റെയും ദിവ്യ എസിന്റെയും മകളാണ്. വടക്കേവിള ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ +1 +2 ബ്രില്യന്റിലെ എൻട്രൻസ് പരിശീലനത്തിലൂടെയാണ് ദിയ ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2025 കീം എക്സാമിലെ ഈ തിളക്കമാർന്ന വിജയത്തിന് പുറമെ ജെയ് മെയിൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ തലത്തിൽ 7893 റാങ്കും ജെയ് അഡ്വാൻസ്ഡിൽ 15235 റാങ്കും സ്വന്തമാക്കിയിരിക്കുകയാണ് ദിയ രൂപിയ. ഹായ് ഓൾ. 2025 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിൽ കേരളത്തിൽ 9ാം റാങ്കും പെൺകുട്ടികളിൽ 1ാം റാങ്കും കരസ്ഥമാക്കിയ നമ്മുടെ അഭിമാനമായി മാറിയ ദിയ രൂപിയയുടെ കൊല്ലത്തുള്ള പെരുമ്പുഴയിലെ വീട്ടിലാണ് നമ്മളിന്നുള്ളത്. ദിയയുടെ കൂടുതൽ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി ദിയയുടെ കുടുംബം നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അവരിന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. എൻ്റെ പേര് ബാബുരാജ്. ഞാൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊട്ടാരക്കര CSCDയിൽ സീനിയർ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. മാഡം? എൻ്റെ പേര് ദിവ്യ എസ്. വീട്ടമ്മയാണ്. മോൻ്റെ പേര് പറയാമോ? എൻ്റെ പേര് ഭവകിരണാണ്. ഞാൻ 5A പഠിക്കുന്നു, ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ. അപ്പോൾ മോളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ ഫലമല്ലേ എന്താ ഈ സമയം തോന്നുന്നത്? എന്താ ഈ നിമിഷം നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവളുടെ ഒരു വലിയ ഹാർഡ് വർക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രില്യൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശരിക്കും ആ ഒരു ട്രെയിനിങ്, അതുപോലെ സ്കൂളിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആകെത്തുകയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. മോളെ, അപ്പോൾ മോളുടെ പഠന കാലഘട്ടമൊക്കെ എവിടെയായിരുന്നു? +1 +2 ഒക്കെ എവിടെയാണ് പഠിച്ചത്? ഞാൻ +1 +2 കൊല്ലം വടക്കേവിള ശ്രീനാരായണ പബ്ലിക് സ്കൂളിലാണ് പഠിച്ചത്. ബ്രില്യൻ്റ് ഏത് പ്രോഗ്രാമാണ് മോൾ ചെയ്തിരുന്നത്? ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു. സ്കൂളുമായിട്ട് ചേർന്നുള്ള പ്രോഗ്രാം ആയിരുന്നു. ഡേ സ്കോളർ ആയിരുന്നു. മികച്ച മാർക്കുകളൊക്കെ നേടി കേരളത്തിൽ 1ാം റാങ്കായിട്ട് നിൽക്കുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാൻ ആഗ്രഹം മോളുടെ പഠന രീതികളെ കുറിച്ചാണ്. അതൊന്ന് വ്യക്തമാക്കാമോ? +1 +2 ബ്രില്യൻറ്റ് തുടങ്ങിയ ആദ്യ സമയത്ത് ഓൺലൈൻ സമയത്ത് ഞാൻ അന്നത് തന്നെ പാഠങ്ങളൊക്കെ പഠിച്ചു പോയിരുന്നു. പിന്നെ ഓഫ്ലൈൻ തുടങ്ങിയതിന് ശേഷം ടെസ്റ്റുകൾക്കനുസരിച്ച് ബ്രില്യൻറ്റിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഞാൻ JEE എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ JEEൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അത് ചെയ്തുള്ള പ്രാക്ടീസിലൂടെ പിന്നീട് JEE ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. കീം വന്നപ്പോൾ വീണ്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. കീമിനെക്കാട്ടി ഒരു ലെവൽ കൂടിയ JEE പഠിച്ചത് കൊണ്ട് തന്നെ അത് കീമിന് വളരെയധികം ഉപയോഗപ്പെടുകയുണ്ടായി. കൂടാതെ ബ്രില്യൻറ്റ് നടത്തിയ മോക്ക് ടെസ്റ്റുകളൊക്കെ വളരെയധികം സഹായം ചെയ്തു. ബ്രില്യൻറ്റിൻ്റെ കീമിൻ്റെ മോക്ക് ടെസ്റ്റുകളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം ഗുണം ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. സാറുമാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ രീതി എങ്ങനെ ചെയ്യണം എന്നുള്ളതും ക്വസ്റ്റ്യൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും തിയറി സ്ട്രോങ് ആക്കണം എന്നുള്ളതും ഒക്കെ പഠിച്ചു പോയതാണ് ഇത്തരം ഒരു വിജയത്തിന് കാരണമായതെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി ടൈം ടേബിൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നോ? പ്രധാനമായിട്ടും ടെസ്റ്റും ഷെഡ്യൂളും അനുസരിച്ചാണ് ചെയ്തു പോകാൻ പറ്റുക. അന്നെന്നുള്ളത് പഠിച്ചു തീർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോകാൻ പറ്റി. അത് പിന്നീട് ഗുണമായി. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നോ? കീമിൻ്റെ എക്സാം എഴുതിയപ്പോൾ തന്നെ അത്രയും എത്തിക്കാൻ പറ്റിയ 3 മണിക്കൂറിനുള്ളിൽ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ഒന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മാത്സ് ആണ് കൂടുതൽ ഇഷ്ടം. കീമിനും അത് തന്നെയാണോ ആദ്യം അറ്റൻഡ് ചെയ്തത്? അല്ല, ഞാൻ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്ന ഓർഡർ തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷെ മാത്സ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഏതെങ്കിലും സബ്ജക്റ്റ് കീമിന് എക്സാമിന് ടൈമിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഫിസിക്സിലും മാത്സിലും കുറച്ച് 2-3 ക്വസ്റ്റ്യൻ വീതം ഡൗട്ട് ഉണ്ടായിരുന്നു. അത് പിന്നീട് അവസാനം ചെയ്തു. അല്ലാതെ വലിയ പ്രശ്നമില്ലായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു ഏറ്റവും എളുപ്പം. അപ്പോൾ മോളുടെ കഷ്ടപ്പാടിനെല്ലാം ഫലം കണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 1ാം റാങ്കാരി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ നിമിഷത്തിൽ സാറിന് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഫാമിലിക്ക് മൊത്തം ഭയങ്കര സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം. ഏതായാലും ഇതിലൊക്കെ ഉപരിയായിട്ട് അവളുടെ ഹാർഡ് വർക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രില്യൻറ്റിലെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റി അംഗങ്ങളുടെയും ബ്രില്യൻറ്റ് മൊത്തത്തിലുള്ള സപ്പോർട്ടും ആ ഒരു സിസ്റ്റമാറ്റിക് പഠന രീതി, അല്ലെ ട്രെയിനിങ് കൊടുക്കുന്ന രീതി, ഇതെല്ലാം വളരെയധികം ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ് ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. മോൾ എഞ്ചിനീയറിംഗ് എന്നൊരു ഫീൽഡ് തിരഞ്ഞെടുത്തപ്പോൾ അതിനൊരു കോച്ചിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ശരിക്കും യാദൃച്ഛികമായിട്ടാണ് ബ്രില്യൻറ്റ് ചൂസ് ചെയ്തതെന്ന് പറയാം. കാരണം
10th വരെ അവൾ സിവിൽ സർവീസ് എക്സാമിനേഷന് ചൂസ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പോയത്. യാദൃച്ഛികമായിട്ടാണ് ബ്രില്യൻ്റ് ഒരു എക്സാമിനേഷനെ കുറിച്ച് അറിഞ്ഞതും അത് അവസാനം അതിനെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചതും. അതൊരു വലിയ വഴിത്തിരിവായി. ആ വഴിത്തിരിവാണ് ഇന്നിവിടം വരെ എത്താൻ സാധിച്ചതിനൊരു കാരണം. മോളുടെ ഈ പഠന കാലയളവിലെ ബ്രില്യൻ്റ് സപ്പോർട്ട്, മെൻറ്റേഴ്സിന് സപ്പോർട്ട്, അതൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും വലിയ സപ്പോർട്ടാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ള എക്സാം കണ്ടക്ട് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അത് കൊടുക്കുന്ന മെറ്റീരിയൽസ്, ഇതെല്ലാം ഒരുപാട് ഉപകാരപ്പെട്ടു. മാത്രമല്ല ഓരോ സമയത്തും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, ക്ലാസ് ടീച്ചറിൻ്റെ ഒരു പിന്തുണ, ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഏത് സമയത്തും സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് തന്നെ ബ്രില്യൻ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ വളരെ സൗഹാർദ്ദപരമായി ലഭിക്കുന്ന മറുപടികളും പിന്തുണയും അത് ഈ 2 വർഷ കാലയളവിലും വളരെ വലുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഹേഷ് സാറ്, അർജുൻ സാറ്, അവരെയൊന്നും ഈ സമയത്ത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് മോൾക്ക് മാർക്കൊക്കെ വേരി ചെയ്യുന്നുണ്ടായിരുന്നില്ലേ? അപ്പോൾ കുട്ടിയുടെ ഒരു സപ്പോർട്ടായിട്ട് മാഡം ആയിരിക്കുമല്ലോ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പലതവണയും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് ടൈം ടേബിളൊക്കെ ഇട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കൊണ്ടുവന്നതാണ്. കുട്ടിക്കാലം തൊട്ട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്തെ അച്ചീവ്മെന്റ്സ് ഒക്കെ ഒന്ന് പറയാമോ? ചെറുത് 2ാം ക്ലാസ് മുതലേ ഒറ്റയ്ക്ക് തന്നെയാണ് പഠനം. പിന്നെ ഇതണക്ക് വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ഇപ്പം ജെയുടെ ഒക്കെ വന്നപ്പോൾ ഞാൻ കൊമേഴ്സാണ്, പക്ഷേ ഞാൻ കൂടെ നിന്ന് ടൈം ടേബിൾ മൊത്തം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൊത്തം ചാപ്റ്ററും എടുത്ത് അങ്ങനെ ടൈം ടേബിൾ ഇട്ട് കൊടുക്കുമായിരുന്നു. അതനുസരിച്ച് നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കും. ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആയിരുന്നു. 10th ആയപ്പം 2 മാസം മുമ്പേ, എക്സാമിന് മുമ്പേ ഒഴിവാക്കി ഷോപ്പ് അടച്ചിട്ടിട്ട് കൂടെ നിന്നു. പിന്നെ 1 വർഷം വീണ്ടും കൊണ്ടുപോയി. പിന്നെ ഈ 2nd ഇയർ ആയപ്പം വീണ്ടും മോടെ കൂടെ തന്നെ നിന്നു. ഇത്രയും വലിയ മാർക്കൊക്കെ മേടിച്ച് ചേച്ചി ഇങ്ങനെ കേരളത്തിൽ 1ാമതായി നിൽക്കല്ലേ, മോനെന്താ തോന്നുന്നേ? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. മോന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എന്താ ആഗ്രഹം? എനിക്ക് IPS ഓഫീസർ ആവണമെന്നാണ് ആഗ്രഹം. IPS ഓഫീസർ ആവാൻ ആഗ്രഹം അല്ലേ? മിടുക്കനായിട്ട് വരണം, IPS ഓഫീസർ ആവണം കേട്ടോ. മോളുടെ ഈ വലിയ വിജയത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലെത്താനും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കട്ടെ. അതിനെല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഡിയർ.